റോഷി അഗസ്റ്റിന്റെ പ്രതികരിച്ച കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പുറത്താക്കിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്തിനെയാണ് പുറത്താക്കിയത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തോൽവിക്ക് തിരിച്ചടിക്ക് കാരണം റോഷി അഗസ്റ്റിനാണെന്നും മുന്നണി മാറ്റത്തിന് അവസരം ലഭിച്ചപ്പോൾ അത് ഉപയോഗിച്ചില്ല എന്നും ജയകൃഷ്ണൻ പുതിയടത്ത് വിമർശിച്ചിരുന്നു. രാഹുൽ വിജയൻ എടുക്കുകയും ചെയ്തു. രാഹുൽ, ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നത് മുന്നണി മാറ്റ സമയത്ത് അണികളുടെ താല്പര്യം അത് നേതൃത്വം പരിഗണിച്ചില്ല എന്നുള്ളതാണ്. UDF-നോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് എതിർപ്പ് എന്നത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും അടക്കം വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. അത് കുറച്ചുകൂടി തോൽവിക്ക് പിന്നാലെ പ്രകടിപ്പിച്ച ഒരാളെ പുറത്താക്കിയിരിക്കുന്നു. ഈ ഒരു പുറത്താക്കൽ കൊണ്ട് പ്രതിരോധം തീർക്കാനാകില്ലല്ലോ. സുഹൈലെ, കേരള കോൺഗ്രസ് എമ്മിനെതിരെ നേരത്തെ ഈ ജയകൃഷ്ണൻ പുതിയടത്ത് വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഈ തോൽവിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിന്റെ ഏകാധിപത്യ പ്രവണതയാണ് ഇതിനെല്ലാം കാരണമെന്ന് ജയകൃഷ്ണൻ പറയുന്നുണ്ട്. മാത്രമല്ല, മുന്നണി മാറ്റത്തിന് അവസരം ലഭിച്ചപ്പോൾ അത് ഉപയോഗിച്ചില്ല. UDF-മായി ചർച്ചയ്ക്കുള്ള അവസരം ജോസ് കെ മാണി സൃഷ്ടിച്ചതാണ്. ഇത് പ്രമോദ് നാരായണൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. ഇതറിഞ്ഞ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് റോഷിയെ വിളിച്ചു. ഭയന്നുപോയ റോഷി പാർട്ടിയെ വഞ്ചിച്ചു. ഭയന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് റോഷി. അതുപോലെ തന്നെ മുന്നണി മാറ്റം നടക്കാതെ പോയതിൽ അണികൾക്കുള്ളിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഈ ജയകൃഷ്ണൻ പുതിയടത്ത് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് ജയകൃഷ്ണൻ പുതിയടത്ത് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പരസ്യ പ്രതികരണം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. നമുക്കും ആ പ്രതികരണം ലഭ്യമാവുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ നടപടിക്രമങ്ങൾ മറികടന്നുകൊണ്ട് ജില്ലാ കമ്മിറ്റി പുറത്താക്കുന്നത്, പാർട്ടികളിൽ നിന്ന് പുറത്താക്കുന്നത് എന്നുള്ളൊരു കൗതുകം കൂടി ഇവിടെ ഉണ്ട്. സുഹൈലെ, എന്തായാലും തോറ്റ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ തോൽവിയുടെ കാരണം തേടുമ്പോൾ, വിമർശനങ്ങൾ അസ്വസ്ഥതകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ, നടപടിയുമായൊക്കെ പ്രതിരോധം തീർക്കുമ്പോൾ ജയിച്ചവർ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്കാണ്. അതിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.